സാക്ഷ്യമാണ്. This is a testimony of God's miraculous intervention in their life. ഒരു മാസം മുമ്പല്ലേ പ്രോബ്ലം ഉണ്ടെന്ന് 2 മാസം മുമ്പ് ഒക്ടോബറിൽ, സെപ്റ്റംബറും ഒക്ടോബറും സിസ്റ്റർ ചില ശാരീരിക പ്രശ്നത്താലായിരുന്നു. യൂട്രസുമായി ബന്ധപ്പെട്ട് ആ റിപ്പോർട്ടൊന്ന് കാണിക്കാമോ? രോഗമുണ്ടെന്നുള്ള പ്രശ്നമുണ്ടെന്നുള്ള. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആദ്യത്തെ റിപ്പോർട്ടാണ് യൂട്രസുമായി ബന്ധപ്പെട്ട്. എനിക്കിതിൻ്റെ സയൻസ് പറയാൻ അറിയത്തില്ല. എത്ര വലിപ്പത്തിലുണ്ടായിരുന്നു പറഞ്ഞേ? 24 mm വലിപ്പത്തിൽ ഈ കട്ടി അതുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ഫർദർ സ്റ്റെപ്പ് അത് എടുത്ത് കളയണം, സർജറിയിലേക്ക് പോകണം, അങ്ങനത്തെയൊക്കെ പ്രോബ്ലമാണ്. പക്ഷെ ഇവിടെ വന്നു, പ്രാർത്ഥിച്ചു, സഭ പ്രാർത്ഥിച്ചു. ശരീരത്തിൽ കത്തി തൊടാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞു. കർത്താവ് ഒരു വലിയ അത്ഭുതത്തെ ചെയ്യുമെന്ന് പറഞ്ഞു. അവരത് വലിയ ഭാരത്തിലായിരുന്നു. അത് കഴിഞ്ഞു പോയി പ്രാർത്ഥന കഴിഞ്ഞു പോയി ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ടെസ്റ്റ് ചെയ്യാനുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസമാണ് അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയത്. കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്തപ്പോൾ അടുത്ത റിപ്പോർട്ട് വന്നിരിക്കുന്നു. മുന്നമേ റിപ്പോർട്ട് 24 mm വലിപ്പമുള്ളതാണ്. 24 mm. പ്രാർത്ഥന കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയത് 12.8 mm. ഹരമടിച്ച് കർത്താവിനെ സ്തുതിക്ക്. അത് നോർമലിലേക്ക് അതിൽ വേണ്ട തിക്ക് അതിന്റെ നോർമലിലേക്ക് കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നു. പെട്ടെന്ന് ഒരു വാക്കിലൊന്ന് സാക്ഷ്യം പറഞ്ഞാട്ടെ പെട്ടെന്ന്. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ എനിക്ക് ബ്ലീഡിങ്ങിൻ്റെ ബുദ്ധിമുട്ടായിട്ട് വളരെയധികം ഭാരപ്പെട്ടു. പാസ്റ്റർ നേരം വിദേശത്ത് ശുശ്രൂഷയിലൊക്കെ ആയിരുന്നു. പാസ്റ്ററോട് വിളിച്ച് പ്രാർത്ഥിക്കാം നമ്മൾ വിളിച്ചു. അന്നേരം പാസ്റ്റർ പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കുക, ഒരു വാല്യൂ ഇതിന് കൊടുക്കണ്ട, ന്യായമായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന മരുന്നുകൾ കഴിക്കുക, ദൈവം അത്ഭുതം ചെയ്യുമെന്ന് തന്നെ പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം പിറ്റേ ഞായറാഴ്ച സജീഷ് പാസ്റ്റർ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് അപ്പോൾ എൽദോ ബ്രദർ പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഞങ്ങൾക്ക് ആരുമായിട്ട് പരിചയമില്ലാത്തതുകൊണ്ട് പുള്ളി പറഞ്ഞതിന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അന്നേരം പാസ്റ്റർ പറഞ്ഞു, സജീഷ് പാസ്റ്റർ പറഞ്ഞു, നിങ്ങളുടെ ഉദരത്തിൻ്റെ ഒരു ഭാഗത്ത് ദൈവം തൊടുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് 20 ദിവസത്തെ മരുന്നാണ് തന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത സൈക്കിൾ വരുമ്പോൾ വരണം, DNC ബയോപ്സി അങ്ങനെയുള്ള റിസൾട്ട് ഇതൊക്കെ ചെയ്യണം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ ഒരു ശനിയാഴ്ചയാണ് എൻ്റെ മരുന്ന് നിർത്തേണ്ടിയിരുന്നത്. പക്ഷേങ്കിൽ പിറ്റേന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ രാവിലെയും കൂടി ആ ഗുളിക കഴിച്ചിട്ടാണ് ഇവിടെ വന്നത്. പക്ഷേ അവർ പറഞ്ഞത് എൻ്റെ അടുത്ത് ഈ ഗുളിക നിർത്തിയാൽ പിറ്റേ നേരം നിങ്ങൾക്ക് ഭയങ്കര ഇതായിട്ട് വരും, അപ്പോൾ നിങ്ങളിത് ചെയ്യണം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേങ്കിൽ എനിക്ക് ഞായറാഴ്ച രാവിലെ ഗുളിക നിർത്തിയിട്ട് എനിക്ക് പീരീഡ്സ് വന്നത് അടുത്ത വ്യാഴാഴ്ചയായിരുന്നു. അതും വളരെ നോർമലായിട്ട്, നേരത്തെ ഉള്ളതിനേക്കാൾ നോർമലായിട്ടാണ് എനിക്ക് വന്നത്. അങ്ങനെ എൻ്റെ ഡിസംബറിലും അടുത്ത മാസവും വളരെ നോർമലായിട്ട് എനിക്ക് വന്നു. ദൈവം എനിക്ക് അത്ഭുതമായിട്ട് വളരെയധികം നന്മകൾ എനിക്ക് ദൈവം ചെയ്തു തന്നിട്ടുണ്ടെന്നല്ല, എൻ്റെ ഹെൽത്തിനെ സംബന്ധിച്ച് എൻ്റെ ദൈവം ഒരു വലിയ അത്ഭുതം എനിക്ക് ചെയ്തു. ഞാൻ FSC ലേഖനത്തിൽ എപ്പോഴും വായിക്കാറുള്ള ഒരു ഭാഗമുണ്ട്, അവൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തിയുടെ വലുപ്പം ഇല്ലെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതിന് ദൈവം എനിക്ക് ചെയ്ത അത്ഭുത സാക്ഷ്യം ഞാൻ ഈ സഭയുടെ മുമ്പാകെ സാക്ഷിക്കുന്നു. കരനീട്ടി ഇവരെന്ന് അനുഗ്രഹിച്ചാട്ടെ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. യേശുവേ, അങ്ങ് കൊടുത്തൊരു അത്ഭുത സൗഖ്യമാണ് കർത്താവേ. ഇത് ദൈവത്തിൻ്റെ കരത്താൽ മാത്രം സംഭവിക്കപ്പെട്ടിരിക്കുന്നു. മെഡിക്കൽ സയൻസിൻ്റെ അഭിപ്രായങ്ങളെ, ആലോചനകളെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ പ്രവൃത്തി പൊട്ടിച്ചു കളഞ്ഞ് കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ പുറപ്പെട്ട സൗഖ്യത്തിൻ്റെ ശക്തി നിന്റെ മകളുടെ മേൽ അവിടുന്ന് പകർന്ന് ദൈവം സൗഖ്യം കൊടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. ഇനി ആരോഗ്യത്തിൽ ജീവിക്കട്ടെ. ഒരു കുടുംബമായി ഒരുമിച്ച് കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടട്ടെ. സഭ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ചൊല്ലി ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ വിശ്വസതയ്ക്കായി സ്തോത്രം. അത്ഭുതമാക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ചേർന്ന് കരമുയർത്തി ആമേൻ എന്ന് പറഞ്ഞാട്ടെ.